ഹായ് ഫാമിലി, നമുക്കിന്ന് ഏറ്റവും രുചികരവും ഹെൽത്തിയുമായ ഒരു ചമ്മന്തിക്കറി ഉണ്ടാക്കിയാലോ? നമ്മുടെ ചട്നി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് നമ്മുടെ മത്തങ്ങയാണ്. ഒരു കുഞ്ഞ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അന്നൊരു ചെറിയ പീസ് ഞാൻ അരിഞ്ഞ് അതിൻ്റെ തൊടലാൻ കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതൊരു കട്ടിംഗ് ബോർഡ് വെച്ച് അരിഞ്ഞെടുക്കാം. നമുക്ക് അതിൻ്റെ വലിപ്പം വലുതാക്കിയോ ചെറുതാക്കിയോ അരിഞ്ഞെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നതിന്. അപ്പം മത്തൻ എങ്ങനെ ഇട്ടാലും വേഗം, മാത്രമല്ല മത്തന് വേവ് കുറവുമാണ്. അപ്പം നമുക്കത് കുറച്ച് പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അരിഞ്ഞു വെച്ച മത്തൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ മത്തൻ ഏറ്റവും നല്ലൊരു ഫുഡാണ് കേട്ടോ. പിന്നെ ഈ എരിയുടെ അളവ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. ഞാനിപ്പോൾ 2 വറ്റൽമുളക് ഇട്ടെടുത്ത് ഇവിടെ കുഞ്ഞിന് കൊടുക്കാനും കൂടെ കണക്കാക്കിയാണ്. നമുക്ക് എരി കൂട്ടുന്നത് ഈ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാക്കും. 2 എന്നുള്ളത് 4 5 വറ്റൽമുളക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി സെപ്പറേറ്റ് ചേർക്കുന്നില്ല. നന്നായി വെന്ത ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അത് തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചയിലേക്ക് ഞാൻ ഇഞ്ചി, കൊച്ചുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിടി നിറച്ചില്ല തേങ്ങ ചേർക്കുന്നുണ്ട്. അതും നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മുടെ ഉള്ളി വറുക്കാൻ വേണ്ടിയിട്ട്, കടുക് പൊട്ടിച്ച് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിശ്രിതം നമ്മുടെ ചമ്മന്തിയുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് മിക്സിയുടെ തട്ടുകൊണ്ടൊന്നും മറിയാനായിട്ട് പോയേട്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ മത്തനിൽ നന്നായിട്ട് വെള്ളം ചേരും, കാര്യം മത്തൻ കുറുകും. അങ്ങനെ അവസാനം നമ്മുടെ ചമ്മന്തിക്കറിയുടെ റെഡി ആയിരിക്കും. നല്ല ദോശയുടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.